നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷിലെ റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ ഓപ്ഷൻ നോക്കി എങ്ങനെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇവിടെ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് അവിടെ വരുന്നത് എന്താ? ടെൻസ് ചേഞ്ച് ആണ്. ടെൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ റൂൾസും കാര്യങ്ങളൊക്കെ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ട്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ലെവലിൽ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് ജസ്റ്റ് നോക്കാം. സിമ്പിൾ പ്രസന്റിലാണ് നമുക്ക് കൊട്ടേഷൻ തന്നിരിക്കുകയെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അത് സിമ്പിൾ പാസ്റ്റ് ആവും. ഇപ്പം സിമ്പിൾ പ്രസന്റ് എന്ന് പറയുമ്പോൾ അവിടെ റൈറ്റ് എന്നുള്ള സാധനമാണെങ്കിൽ അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് റോട്ട് എന്നാവും. അതേപോലെ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ഒരു സെന്റൻസിലോ സ്റ്റേറ്റ്മെന്റിൽ ഇസ് ഓർ ആം ഓർ ആർ പ്ലസ് ing ഫോം വരികയാണെങ്കിൽ അത് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് വേണം മാറ്റാൻ. ആ സമയത്ത് വാസ് പ്ലസ് വേർ പ്ലസ് ing ഫോം വാസ് ഓർ വേർ പ്ലസ് ing ഫോം ആണ് യൂസ് ചെയ്യാം. പിന്നെ പ്രസന്റ് പെർഫെക്റ്റിലാവുന്ന സമയത്ത് ഹാസ് ഓർ ഹാവ് ആണ് വരിക. അവിടെ റിട്ടൺ എന്നാണ് വരിക. V3 ഫോം ആണ് യൂസ് ചെയ്യുക. അത് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് ആവുന്ന സമയത്ത് അവിടെ ഹാഡ് പ്ലസ് V3 ഫോം ആണ് വരിക. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ കേസിൽ ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ing ഫോം വരും. അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആവും. ഹാഡ് പ്ലസ് ബീൻ പ്ലസ് ing ഫോം ആവും. നമ്മൾ നേരത്തെ പറഞ്ഞു സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്താ റൂട്ട് എന്നാ വരിക. അപ്പൊ അത് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് പോകുമ്പോൾ ഹാഡ് റിട്ടേൺ ആവും. പിന്നെ പാസ്റ്റ് കണ്ടിന്യൂസിന്റെ കേസിൽ വാസ് ഓർ വേർ പ്ലസ് ing ഫോം ആണ് വരിക. അത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്കാണ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാറുക. അവിടെ വരിക എന്താണ്? ബീൻ പ്ലസ് റൈറ്റിംഗ്. അതേപോലെ ഫ്യൂച്ചറിന്റെ കേസിൽ വിൽ, ഓൾ, ഷാൾ, ഓർ, ക്യാൻ, ഓർ, മേ വരുന്ന സമയത്ത് അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഫ്യൂച്ചർ ആൻഡ് പാസ്റ്റിലേക്കാണ് പോവുക. അവിടെ എന്താ? വില്ല് വുഡ് ആവും, ഷാള് ഷുഡ് ആവും, ക്യാന് കുഡ് ആവും, മേ മൈറ്റ് ആവും. ജസ്റ്റ് ഇപ്പൊ പറഞ്ഞ ഈ കാര്യം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് ഇതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമതായി തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് ഇവിടെ എന്താണ്? ക്വസ്റ്റ്യൻ ആണ് റിപ്പോർട്ട് ചെയ്യാൻ പറയുന്നത്. അപ്പൊ നമ്മൾ മെയിൻലി ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന വേർബ്സ് എന്തൊക്കെയായിരിക്കും? ആസ്ക്ഡ്, എൻക്വയർഡ്, ഇൻക്വയർഡ്, ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സ്. ഷീ ആസ്ക്ഡ് ഹിം, എല്ലാത്തിലും ഈ ഷീ ആസ്ക്ഡ് ഹിം എന്നുള്ളത് എല്ലായിടത്തിലും കറക്റ്റ് ആണ്. എന്ന് നമുക്കറിയാം. ഇവിടെ ഹാവ് ആണ് കിടക്കുന്നത്. അതെന്തായിരിക്കണം? ഹാഡിലേക്ക് കൺവേർട്ട് ആണ്. അപ്പൊ എന്താണ്? ഇത് അവിടെ രണ്ട് സ്ഥലത്ത് ആസ് വന്നിരിക്കുന്നത്. അപ്പൊ അത് രണ്ടും തെറ്റാണ്. ഇതും തെറ്റാണ്, ഇതും തെറ്റാണ്. നമ്മളൊരു ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വേർഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ സബ്ജക്റ്റ് ആണ് വരിക. സബ്ജക്റ്റ് വരും, അത് കഴിഞ്ഞിട്ട് വേർബ് വരും, അത് കഴിഞ്ഞിട്ടാണ് ഒബ്ജക്റ്റ് വരിക. ഒന്ന് അത് നോട്ട് ചെയ്ത് വെക്കുക. നമ്മള് ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് വരിക ക്വസ്റ്റ്യൻ വേർഡ്, പിന്നെ സബ്ജക്റ്റ്, പിന്നെ വേർബ്, പിന്നെ ഒബ്ജക്റ്റ്. അപ്പൊ എന്താണ്? സബ്ജക്റ്റ് പിന്നെ വേർബ്. അപ്പം ഈ സി എന്ന ഓപ്ഷൻ ആണ് കറക്റ്റ്. ഇവിടെ എന്താണ്? ഇവിടെ വേർബ് ആണ് വന്നത്, അതുകൊണ്ടാണ് നമ്മളിത് ഓക്കെ. Next question. When will you return? Susan asked James. ഇതെങ്ങനെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം? Susan asked James when. അതുവരെ എല്ലാ ഓപ്ഷൻസിലും സെയിം ആണ്, അതുവരെ ഓക്കെ ആണ്. ഇനി നമുക്കറിയാം will എന്ന് പറഞ്ഞത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അത് ഗുഡ് ആണ്. അപ്പൊ എന്തൊക്കെയാണ്? ഫസ്റ്റത്തെ ഓപ്ഷൻ തെറ്റാണ്, രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റാണ്. എന്താ തെറ്റാണ്? കാരണം ഇവിടെയൊക്കെ വില്ലാണ് വരുന്നത്. അപ്പൊ ഈ രണ്ട് ഓപ്ഷനും ഇനി നോക്കേണ്ടത്. നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞു ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്താ വരിക? ഫസ്റ്റ് നമുക്ക് സബ്ജക്റ്റ് പ്ലസ് വേർബ് വരിക. ഇവിടെയാണ് സബ്ജക്റ്റ് പിന്നെ വേർബ് വന്നിരിക്കുന്നത്. അപ്പം എന്താ? ഈ സി എന്ന ഓപ്ഷൻ ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. I am going to the USA. He says. ഓപ്ഷൻസിൽ he said that ഉണ്ട്,
ഈ സേസ് ഉണ്ട്, ഈ സേസ്, ഈ സേസ്. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെഡ് വന്നാലോ അല്ലെങ്കിൽ ടോൾഡ്, സെഡോ ടോൾഡോ ആവുന്ന സമയത്താണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ശരിയാകുന്നത്. അപ്പം ഇതെന്താണ്? സെഡോ ടോൾഡോ അല്ല, ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? സേസ് ആണ് വന്നിരിക്കുന്നത്. അതിനർത്ഥം ഇത് എങ്ങനെയാണോ കിടക്കുന്നത് അങ്ങനെ തന്നെ ഇത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിലെന്താണ്? ടെൻസിന്റെ ചേഞ്ച് പാടില്ല. നമുക്ക് ആം ഗോയിങ് എന്ന് പറഞ്ഞ സാധനം അവിടെ മാറാൻ പാടില്ല. ഇപ്പൊ എന്താണ്? ഇവിടെ വാസ് ആവാൻ പാടില്ല. ഇതെന്തായാലും തെറ്റാണ്. പിന്നെ നമുക്ക് നോക്കാം, ഐ ആം ഗോയിങ്, അത് പറയില്ല. റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഐ ആം ഗോയിങ് എന്നുള്ളത് പറയില്ലല്ലോ. ഇതും എന്താണ്? തെറ്റാണ്. ഇനി ബാക്കി രണ്ട് ഓപ്ഷനിലും എയും സിയും. ഇവിടെ എന്താണ്? സെഡ് ആണ്, സെഡ് വരില്ല, സീസ് ആയതുകൊണ്ട്. പിന്നെ ഇവിടെ എന്താ? സീസ് ആണ്. ഈ ഒരു ഓപ്ഷൻ ആണ് കറക്റ്റ്. ഇങ്ങനെ നമുക്ക് ഈ ഓപ്ഷൻസ് നോക്കിക്കൊണ്ട് കുറേ ഒക്കെ നമുക്ക് ആൻസർ കണ്ടെടുക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെ വെച്ച് നോക്കിക്കൊണ്ട് നമുക്ക് കുറേ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് പോകാം. അല്ലെങ്കിൽ നമുക്ക് തിയറി വെച്ചിട്ട് നോക്കാം. പിന്നെ എക്സാം റിലേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് മെയിൻലി തിയറി നോക്കുന്നതിനേക്കാളും കൂടുതൽ ഇങ്ങനത്തെ ട്രിക്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതാണ് നല്ലത്. എന്നാൽ നമുക്ക് മാർക്ക് അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. എന്നുവെച്ചാൽ നമ്മൾ എല്ലാ തിയറി നമുക്ക് അവിടെ എക്സാം ഹാളിൽ പോകുന്ന സമയത്ത് ഓർക്കണം എന്നില്ലല്ലോ. സോ ഒന്ന് ഈ ട്രിക്സും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.